കാർ വരുന്ന ശബ്ദം കേട്ടതും നിവിയുടെ കണ്ണുകൾ വിടർന്നു. അവൾ ചാടി എഴുന്നേറ്റു പുറത്തേക്കിറങ്ങി. കുഞ്ഞുങ്ങൾ അമ്മ പുറത്ത് പോയിട്ട് വരുമ്പോൾ ഓടിച്ചെല്ലുകയും ചിരിക്കൊന്നും കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെയായിരുന്നു നിവിയും. അപ്പോൾ ധ്രുവ് കാറിൻ്റെ പുറത്തിറങ്ങിയതും നിവി 2 കൈകൾ ഇരുവശത്തായി പൊക്കി നിന്നു. ധ്രുവ് അടുത്ത് വന്ന് അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. നിവി വേഗം കൈ താത്തി ഇട്ടുമുഖം കൂർപ്പിച്ചു. ഇതിപ്പോൾ സ്ഥിരമുള്ളതാണ്. ധ്രുവ് വരുന്നത് കാണുമ്പോൾ കൈയും പൊക്കി നോക്കും. അപ്പോൾ അവൻ എടുത്തുകൊണ്ട് വരും. ദക്ഷ ഇല്ലെങ്കിൽ, ദക്ഷ ഉണ്ടെങ്കിൽ നല്ല കൊച്ചാണ്, ഇല്ലെങ്കിൽ മാത്രം എടുക്കണം എന്നൊക്കെ വാശി. മുഖം കറുപ്പിച്ച് നിൽക്കുന്നത് കണ്ടതും ധ്രുവ് അവളെ കൂർപ്പിച്ച് നോക്കി തന്നെ പൊക്കിയെടുത്തു. നിവിയുടെ മുഖം അപ്പോൾ തിളങ്ങി. എല്ലാവരും ഉറങ്ങിയോ? അവരൊക്കെ ഉറങ്ങി. ഞാൻ കാത്തിരുന്നു. എന്തോ വലിയ കാര്യം പോലെയാണ് അവൾ പറഞ്ഞത്. ധ്രുവ് അവളെ ഹാളിൽ കൊണ്ടുചെന്ന് നിർത്തി. 2 പേരും ആഹാരമൊക്കെ കഴിച്ചിട്ട് റൂമിലേക്ക് പോയി. പക്ഷെ നിവി അവൻ വന്നപ്പോൾ തൊട്ടോരോന്ന് പറയാൻ തുടങ്ങിയതാണ്. ഇതും പതിവാണ്. അവൻ വരുമ്പോൾ അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കേൾപ്പിക്കും. അവനൊന്നും മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കും. റൂമിലെത്തിയിട്ടും നിവി ഓരോന്ന് പറയുകയാണ്. പിന്നെ കോളേജിൽ നിന്നും വന്ന് ദേവിയമ്മ ചോറ് വാരി തന്നു. അച്ഛൻ വന്നപ്പോൾ ഐസ്ക്രീം മേടിച്ചു തന്നു. ഞാനും ദക്ഷിയും കുടിച്ചു. നിവേദ്യ, ധ്രുവ് ഗൗരവത്തോടെ തന്നെ വിളിച്ചു. നിവി അപ്പോഴാണ് വായിൽ നിന്ന് വീണ അബദ്ധം ഓർത്തത്. ഐസ്ക്രീം കുടിക്കരുതെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. നിവി വേഗം തലകുനിച്ചു. ധ്രുവ് കട്ടിലിരിക്കുകയായിരുന്നു. അവളെ പിടിച്ചവൻ്റെ മടിയിലിരുത്തി. നിധി, അവൾ കള്ളം പിടിക്കപ്പെട്ട കുഞ്ഞിനെ പോലെ തലകുനിച്ച് തന്നെ ഇരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല നിധി, തണുപ്പ് കഴിക്കരുത്, പനി പിടിക്കുമെന്ന്. ദക്ഷിയും കഴിച്ചു. എത്ര എണ്ണം കഴിച്ചു? നിവി കൈകൾ പൊക്കി 4 വിരലുകൾ ഉയർത്തി കാണിച്ചു. ധ്രുവ് അവളെ ഒന്ന് കടിപ്പിച്ചു നോക്കി. നിവി വേഗം അവൻ്റെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ചു വെച്ചു. ധ്രുവിൻ്റെ നെഞ്ചിൽ അവളുടെ ശ്വാസം പടർന്ന് കയറി. അവൻ്റെ നെഞ്ചിടിപ്പ് കൂടുന്നുണ്ടായിരുന്നു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. നിധി, ഇനി ആവർത്തിക്കരുത്, കേട്ടല്ലോ? ധ്രുവ് പിന്നെ ഫ്രഷ് ആകാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ഡ്രസ്സൊക്കെ മാറി അവനെ കാത്തു കിടക്കാൻ തയ്യാറായി ഇരിക്കുകയായിരുന്നു നിവി. നിധി, പോയി കിടന്നോ, എനിക്ക് കുറച്ച് വർക്കുണ്ട്. അവൻ ഫോണെടുത്ത് ബാൽക്കണിയിലേക്ക് പോയി. നിവിയുടെ മുഖം കൂർപ്പിച്ചു നിന്നു. ധ്രുവ് ബാൽക്കണിയിൽ പോയിരുന്നിട്ട് നോക്കിയപ്പോഴും നിവി ആ നിൽപ്പ് തന്നെ നിന്നു. നിധി, അവൻ ശാസിനിയോട് വിളിച്ചപ്പോൾ അവളെ കൊച്ചുങ്ങളെ പോലെ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ എന്തെന്ന രീതിയിൽ പുരികം പൊക്കി അവളെ സ്വയം അവൻ്റെ കൈകൾ പിടിച്ചകത്തി അവൻ്റെ മടിയിലേക്ക് കിടന്നു. അമ്മയുടെ മടിയിൽ കൊച്ചു കുഞ്ഞുങ്ങൾ കിടക്കുന്ന പോലെ അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നേരെ മടിയിൽ കിടത്തി. ധ്രുവ് അവളുടെ നെറ്റിയിൽ അരുമയായി മുത്തി. ഉറങ്ങിക്കോ. ശരിക്കും നിവി ഇപ്പോൾ അവനൊരു കുഞ്ഞിനെ പോലെയാണ്. അവളുടെ എല്ലാ കാര്യത്തിലും അവൻ അത്ര ശ്രദ്ധിക്കാറുണ്ട്. നിവിയും അവളുടെ കുട്ടിക്കാലത്തെ ഒരുപാട് ആഗ്രഹങ്ങൾ അവനിലൂടെ നിറവേറ്റാറുണ്ട്. രാവിലെ ജോഗിന് പോകാനിപ്പോൾ ധ്രുവ് ചെല്ലാറില്ല. അവനെക്കുറിച്ച് അത്യാവശ്യ ജോലികളുള്ളത് കൊണ്ട് നേരത്തെ പോകും. എന്നാലും ദക്ഷിണ നിവിയും പോകും. ഇല്ലെങ്കിൽ അവൻ ചെവി പൊന്നാക്കും. 3 ദിവസത്തെ ടൂർ കഴിഞ്ഞു. ആമി വന്നിട്ടുണ്ട്. മാളിപ്പോഴും ജാട തന്നെയാണ്. നിവിയും ദക്ഷിയും ആമിയും അർജുനുമാണ് ഇപ്പോൾ ഒത്തുപോകുന്നത്. ആമി വാതൂരാതെ ട്രിപ്പിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. നിവിയും അതൊരു കൊച്ചു കുഞ്ഞിനെ പോലെ കൗതുകത്തോടെ കേൾക്കുന്നുണ്ട്. ദക്ഷിയും അർജുനും എന്തൊക്കെയോ സംസാരിച്ചു. പുറകിൽ നിന്ന് വരുന്നുണ്ട്. അമ്മേ, ഇന്ന് ഞാൻ സ്കൂളിൽ പോകുന്നില്ല കേട്ടോ. അതെന്താ? ആമിക്ക് പനിയാ. നിവി അവളൊന്ന് കൂർപ്പിച്ചു നോക്കി. ആമി കൊച്ചരി പല്ലുകൾ കാട്ടി നന്നായി ചിരിച്ചു. ഇന്നേത് എക്സാം? നിവി ഒരു പുരുകം പൊക്കി ഗൗരവത്തോടെ ചോദിച്ചു. ഇന്നോ മാത്സാ? തോന്നി. മര്യാദയ്ക്കൂടി സ്കൂളിൽ പൊക്കോ. ആമി മുഖം പെരുക്കി വെച്ചു. അപ്പോഴേക്കും അർജുനും ദക്ഷിയും അവർക്കൊപ്പം എത്തി. എന്താണ് എൻ്റെ രാജകുമാരി മുഖയ്ക്ക് വീർപ്പിച്ച് നിൽക്കുന്നേ? ഇന്ന് സ്കൂളിൽ പോകില്ലെന്നാ പറയുന്ന ചേട്ടാ. മാത്സ് എക്സാം ആണെന്ന്. അതിന്നലെ എന്നോട് പറയുക നിവിയേ. ഞാൻ സമ്മതിക്കാതെ കൊണ്ട് നിന്നെ കൊണ്ട് പറഞ്ഞ് സമ്മതിക്കാനുള്ള സൂത്രമാ. നീ കൊള്ളാലൊടി കുറുമ്പി. ദക്ഷി ആമിയുടെ 2 കവിളിൽ പിടിച്ചു കൊഞ്ചിച്ചു പറഞ്ഞു. ആമി കള്ളത്തരം പിടിക്കപ്പെട്ടപ്പോൾ ചമ്മി എല്ലാവരെയും നോക്കുന്നുണ്ട്. പക്ഷേ അർജുനെ നന്നായി കൂർപ്പിച്ചാണ് നോക്കിയത്. വീട്ടിലോട്ട് ചെല്ലട്ടെ തരാമെന്ന രീതിയിൽ അവളുടെ നോട്ടം കണ്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട്. ജോഗിങ് കഴിഞ്ഞു വന്നു. പഠിക്കാൻ പോയി ദക്ഷിയും നിവിയും. ധ്രുവ് ഓഫീസിലിരിക്കുകയാണ്. ധ്രുവ്, നിനക്കൊരു കൊറിയറുണ്ട്. അർജുൻ അവന് കൊറിയർ നീട്ടി. ധ്രുവ് അത് മേടിച്ചു. ഒരു കവറായിരുന്നു. അതിൽ ഫ്രം അഡ്രസ് ഉണ്ടായിരുന്നില്ല. അവനത് പൊട്ടിച്ചു നോക്കി. ധ്രുവ് നെറ്റിച്ചുളിച്ച് അർജുനെ നോക്കി. പെൻഡ്രൈവോ? അർജുൻ നെറ്റിച്ചുളിച്ച് ചോദിച്ചു. നോക്കാം. ധ്രുവ് ലാപ്പിലേക്ക് ആ പെൻഡ്രൈവർ കുത്തി. അതിലെ ഒരു ഫോൾഡറിൽ ഒരു വീഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ സംശയത്തോടെ നെറ്റിച്ചുളിച്ചു.
ആ വീഡിയോ പ്ലേ ചെയ്തു. വീഡിയോ ഓണാക്കി 10 സെക്കൻഡ് ആയതും ധ്രുവ് വേഗം ലാപ്പ് അടച്ചു വെച്ചു. ആരാ പെൺകുട്ടി? അർജുൻ, ഇത് കുറച്ച് പേഴ്സണലാ, ഇതെനിക്കുള്ളതാണ്, ഒഫീഷ്യലല്ല. ധ്രുവിൻ്റെ മുഖമാകെ ചുവന്ന് തുടുത്തു. ദേഷ്യത്താൽ വലിഞ്ഞു മുറുകിയിരുന്നെങ്കിലും അവൻ സൗമ്യമായി തന്നെ അർജുനോട് പറഞ്ഞു. പക്ഷെ ധ്രുവിൻ്റെ മറുപടിയിൽ അവൻ തൃപ്തനായിരുന്നില്ലെങ്കിൽ കൂടി ധ്രുവിൻ്റെ മുഖഭാവം കണ്ട് അർജുൻ മൗനമായി പുറത്തേക്കിറങ്ങി. ധ്രുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരു നിമിഷം കാൽ ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്ന പോലെ ആ വീഡിയോയിൽ തനിക്ക് പ്രിയപ്പെട്ടവൾ, തൻ്റെ ജീവനായവൾ, തൻ്റെ ശ്വാസമായവൾ, തൻ്റെ മാത്രം നിധി, ദക്ഷിൻ്റെ മാത്രം നിധി. വീഡിയോ തുടങ്ങിയപ്പോൾ പെൺകുട്ടിയുടെ മുഖം വ്യക്തമായിരുന്നില്ല. അതുകൊണ്ട് അർജുന് നിവിയെ തിരിച്ചറിയാൻ സാധിച്ചില്ല. പക്ഷെ തനിക്ക് പ്രിയപ്പെട്ടവളെ ഞൊടിയിടയിൽ മനസ്സിലാക്കാൻ ധ്രുവിന് സാധിച്ചിരുന്നു. തൻ്റെ പെണ്ണിനെ മനസ്സിലാക്കാൻ അവന് വെളിച്ചത്തിൻ്റെ ആവശ്യം പോലുമില്ല എന്നതാണ് സത്യം. അവൻ പെൻഡ്രൈവ് എടുത്ത് വേഗം ഓഫീസിൽ നിന്ന് ഓടിയിറങ്ങി. ധ്രുവ് നേരെ നിവിയുടെ കോളേജിലാണ് പോയത്. അവൻ്റെ ബുള്ളറ്റിൻ്റെ ശബ്ദം നിവിയുടെ ചെവിയിലെത്തി. അവളുടെ കണ്ണുകൾ വിടർന്നു. പക്ഷെ ക്ലാസ് സമയമായതുകൊണ്ട് പുറത്തേക്കിറങ്ങി ഓടാൻ പറ്റിയില്ല. വേറെ ആരുടെ ബുള്ളറ്റ് ശബ്ദമാണെന്ന് ബുദ്ധി പറയുന്നുണ്ടെങ്കിലും മനസ്സ് സമ്മതിച്ചില്ല. അവളുടെ നെഞ്ചിടിപ്പ് ഉയർന്നു കേൾക്കാമായിരുന്നു. മനസ്സ് വെമ്പിക്കൊണ്ടിരുന്നു പുറത്തേക്ക് പോകാൻ. അപ്പോഴേക്കും പ്യൂൺ നിവിയുടെ ക്ലാസ് റൂമിലേക്ക് വന്നു. നിവിയെ കാണാൻ വിസിറ്റർ ഉണ്ടെന്ന് അറിയിച്ചു. നിവി വേഗം സന്തോഷത്തോടെ പുറത്തേക്കിറങ്ങി. എന്നും കാണുന്ന മുഖമാണെങ്കിലും ആ സാമീപ്യം അറിയുമ്പോൾ അടുത്തേക്ക് ഓടാൻ മനസ്സ് കൊതിക്കും. അവൾ പുറത്തേക്ക് നോക്കുമ്പോഴേക്കും ധ്രുവ് ബുള്ളറ്റിൽ ചാരി നിൽക്കുന്നുണ്ടായിരുന്നു. നിവി വേഗം അവൻ്റെ അടുത്തേക്ക് ഓടി. അവൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നപ്പോഴേക്കും ധ്രുവ് നിമിഷ നേരം കൊണ്ട് അവളിറകെ പുണർന്നു. നിവിക്കൊന്നും മനസ്സിലായില്ലെങ്കിലും അവൻ്റെ നെഞ്ചിൽ ഒതുങ്ങി നിന്നു. ധ്രുവ് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂത്തി. കുറേ നേരമായിട്ടും ധ്രുവ് പിടിവിട്ടില്ല. ശരിക്കും അങ്ങനെ തന്നെ നിന്നു. കുറേ കഴിഞ്ഞ് നിവി പതുക്കെ ധ്രുവിനെ വിളിച്ചു. അതെ. ധ്രുവ് അവളെ മുഖമൂർത്തി നോക്കി. തൻ്റെ മുഖത്ത് എന്താണെന്നറിയാൻ സാധിക്കുന്നില്ല. ആരെങ്കിലും കാണും, നിവി പരിഭവത്തോടെ പറഞ്ഞു. ധ്രുവ് ഒന്ന് ചുറ്റിനെ നോക്കി. എന്നിട്ട് അവളുടെ നെറ്റിയിലേക്ക് അവൻ്റെ നെറ്റി മുട്ടിച്ച് നിന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ധ്രുവില്ലെന്ന് തലയാട്ടി. നമുക്ക് പോകാം. എവിടേക്ക്? വീട്ടിലേക്ക്. ദക്ഷയോട് പറഞ്ഞ് സാറിനോട് പറഞ്ഞിട്ട് വരാം. ധ്രുവ് അവളെ പിടിവിട്ടു. നിവി ദക്ഷയോടും പറഞ്ഞ് ലീവ് പെർമിഷൻ മേടിച്ചു വന്നു. ധ്രുവ് ബുള്ളറ്റ് എടുത്ത് നിവി അതിൽ കയറി. പോകുന്ന വഴി ധ്രുവ് നിശബ്ദനായിരുന്നു. നിവി അവൻ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ മിണ്ടാതെ ഇരുന്നു. വണ്ടി നേരെ പോയി നിന്നത് ബീച്ചിലായിരുന്നു. അവളോട് എങ്ങനെ ചോദിക്കണമെന്നു, എങ്ങനെ പറയണമെന്നും എവിടുന്ന് തുടങ്ങണമെന്നും ധ്രുവിന് അറിയില്ലായിരുന്നു. അപ്പോൾ പോലീസായി ചിന്തിക്കാൻ സാധിച്ചില്ല. പരസ്പരം നിശബ്ദമായി തന്നെ ധ്രുവും നിവിയും ബീച്ചിൽ മണൽപ്പുറത്തിരുന്നു. കടൽ തിരമാലകളെ നോക്കി ഇരിപ്പുണ്ടെങ്കിലും രണ്ടുപേരുടെ മനസ്സ് കൈവിട്ട് സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. ധ്രുവ് നിവി അവനോട് ചേർത്തിരുത്തി. നിവേദ്യ, നിനക്കെന്നെ പേടിയുണ്ടോ? അവൾ തലയുയർത്തി അവനെ നോക്കി. അവൻ അപ്പോഴും ദൂരെ നോക്കിയിരുന്നു. ഇല്ല. നിനക്ക് ഞാൻ എന്തിനാ നിന്നെ കെട്ടിയെന്നറിയോ? നിവിയില്ലെന്ന് തലയാട്ടി. എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമായിരുന്നു നിവേദ്യ. അവൾ നിന്നെ പോലെയായിരുന്നു. നിവിയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. അതിലുപരി അടുത്തതെന്താണെന്ന് അവൻ പറയാൻ പോകുന്ന ആകാംക്ഷയോടെ ഉയർന്ന നെഞ്ചടിപ്പോടെ അവൾ അവനെ തന്നെ നോക്കിയിരുന്നു. നിവി ആത്മ, ഒഴിഞ്ഞു പോകാൻ പറയരുത്. പോയില്ല ഞാൻ, എൻ്റേതല്ലെന്ന് പറയരുത്. സഹിക്കാൻ കഴിയില്ല. അവളുടെ മനസ്സ് ഭ്രാന്തമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ധ്രുവ തിരമാലകൾ നോക്കി തന്നെ തുടർന്നു. നിനക്കറിയാമോ നിവേദ്യ, കുഞ്ഞിലെ മനസ്സിൽ തോന്നിയ ഒരു സ്നേഹമാണ്. പക്ഷെ ഞാൻ വളർന്നപ്പോൾ അത് മാഞ്ഞു പോകുകയല്ല, മറിച്ച് എനിക്കൊപ്പം ആ സ്നേഹവും വളർന്നു. ഇന്നും എന്നിൽ ആ സ്നേഹം മായത്തിൽ പതിഞ്ഞു നിൽക്കുന്നുണ്ട്. നിവി നിറക്കണ്ണുകളോടെ കേട്ടിരുന്നു. പിന്നെ കുറച്ചു നേരം ധ്രുവ മൗനത്തിലായിരുന്നു. ആരാത്? അവൾ മടിച്ചു ചോദിച്ചു. ഞാനും ദക്ഷൻ സ്കൂളിൽ പോകുമ്പോൾ അവൾ മാത്രം സ്കൂൾ ബസ്സിൽ, ഞാൻ സൈക്കിളിലാണ് പോകുന്നത്. ഞാൻ കൂട്ടുകാർക്കൊപ്പം പോകും. ഒരു ദിവസം ഞങ്ങൾ സ്കൂളിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴേക്കും നല്ല മഴയും പെയ്തു. നനഞ്ഞാൽ ബാഗും ബുക്കും നനയുമെന്ന് കരുതി ഒരു കടയിൽ കയറി നിന്നു. അപ്പോഴേക്കും ദൂരെ നിന്നും കുറച്ച് പെൺകുട്ടികൾ നടന്നു വരുന്നുണ്ടായിരുന്നു. യൂണിഫോം കണ്ടപ്പോഴേ മനസ്സിലായി ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്നതാണെന്ന്. മുന്നേ വരുന്ന കുട്ടികളുടെ കയ്യിൽ കുടയുണ്ട്. എല്ലാവരുടെ കയ്യിലും കുടയുണ്ട്. പുറകിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടി നനഞ്ഞു കുതിർന്നിരുന്നു. അവളുടെ കയ്യിൽ കുടയില്ല. അവൾ മുന്നിൽ നടന്നു പോകുന്ന കുട്ടിയുടെ കുടയിൽ കയറിയതും ആ പെൺകുട്ടി അവളെ പിടിച്ച് തള്ളിയിരുന്നു. നിലത്ത് വീണ്ടും പുസ്തകങ്ങൾ പറയ്ക്ക് നെഞ്ചോട് ചേർത്ത് അവൾ കടയിലേക്ക് കയറി വന്നു നിന്നു. എന്തോ
അവളുടെ നിറഞ്ഞ കണ്ണുകളും തണുത്തിട്ടുള്ള വിറയലും എല്ലാം കണ്ടപ്പോൾ മനസ്സ് നീറി. എന്തോ അവളുടെ അടുത്തേക്ക് പോകണമെന്ന് തോന്നിയെങ്കിലും കഴിഞ്ഞില്ല. മഴ തോന്നു. അവൾ പോകുന്നവരെ അവിടെ തന്നെ നിന്നു. പക്ഷെ മനസ്സിലെന്തോ ഭാരം തോന്നിയിരുന്നപ്പോൾ പിറ്റേ ദിവസം സ്കൂളിൽ മുഴുവനും ഞാൻ അവളെ തിരക്കി കണ്ടില്ല. പിന്നെ ദക്ഷിയെ ലഞ്ച് സമയത്ത് കാണാൻ പോയി. കാരണം ഞാനും ദക്ഷി ഒരുമിച്ചാണ് എന്നും ലഞ്ച് കഴിക്കുന്നത്. എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങിയിരുന്നു. അവൾ മാത്രം ഡെസ്കിൽ തലവെച്ച് കിടക്കുന്നു. ഒരുപക്ഷെ ചോറ് കൊണ്ടുവരാത്തത് കൊണ്ടാകാം. ദക്ഷി, പുറകിലെ ബെഞ്ചിൽ കിടക്കുന്ന കുട്ടിയാരാ? അറിയില്ല ചേട്ടായി. പക്ഷെ എന്നും ആ കുട്ടി ലഞ്ച് ടൈം അങ്ങനെ കിടക്കും. ആരോടൊന്നും മിണ്ടില്ല. നീയും മിണ്ടില്ലേ? ഞാൻ മിണ്ടിയിട്ടില്ല. ചിലപ്പോൾ എന്നോട് തിരിച്ച് മിണ്ടിയില്ലെങ്കിലോ? ദക്ഷി, ദേ ചേട്ടനെ ലഞ്ച് മോളെ കുട്ടിക്ക് കൊണ്ടു കൊടുക്ക്. ചേട്ടന് വിശക്കില്ലേ? ഞാൻ ക്യാൻറ്റീന്ന് കഴിക്കാം, മോള് ചെല്ലും. ദക്ഷി ധ്രുവിൻ്റെ പാത്രവുമായി പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. ദക്ഷി തട്ടി വിളിച്ചപ്പോൾ ആ കുട്ടി മുഖമോർത്തി നോക്കി. ദക്ഷി അവളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. അവൾ തിരിച്ചും. ദക്ഷി പാത്രങ്ങൾ തുറന്നു അവളുടെ അടുത്തേക്ക് വെച്ചു. വാ, നമുക്ക് ആഹാരം കഴിക്കാം. എനിക്ക് വേണ്ട. ആണോ? എൻ്റെ കൂട്ടാകാമോ? ഞാൻ കൂട്ടുകൂടാം. ആ പെൺകുട്ടിയുടെ കണ്ണുകൾ വിടർന്നു. ആരും തന്നോട് മിണ്ടാറില്ല. തൻ്റെ മുഷിഞ്ഞ വസ്ത്രങ്ങളും മറ്റും കൊണ്ടാകാം എന്ന് അവൾക്കറിയാമായിരുന്നു. ശരിക്കും കൂട്ടാകൂ? ആകാം, പക്ഷെ ഇത് കഴിക്കണം. ആ പെൺകുട്ടി പുഞ്ചിരിച്ചുകൊണ്ട് അത് കഴിച്ചു. ധ്രുവ് തിരിച്ചു വന്ന് നോക്കുമ്പോൾ അവർ രണ്ടുപേരും ആഹാരം കഴിക്കുകയായിരുന്നു. എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ദക്ഷി പറയുന്ന എന്തൊക്കെയോ പെൺകുട്ടി കൗതുകത്തോടെ നോക്കുന്നുണ്ട്. ധ്രുവ് അത്രയും പറഞ്ഞപ്പോൾ തന്നെ നിവിയുടെ കണ്ണുകൾ നിറഞ്ഞു. ശ്വാസം നിൽക്കുന്ന പോലെ തോന്നി. തന്നെക്കുറിച്ച് തന്നെയാണോ ധ്രുവ് പറയുന്നത്? അവൾക്ക് സംശയം തോന്നി. മനസ്സിൽ ഉറപ്പുണ്ടെങ്കിലും അവൻ്റെ വാക്കുകൊണ്ട് തന്നെ കേട്ടുറപ്പിക്കാമെന്ന് കരുതി. എന്തോ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു നിവിക്ക്. ധ്രുവ് തുടർന്നു. ദക്ഷി വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ ഞാൻ ആ പെൺകുട്ടിയെക്കുറിച്ചെല്ലാം തിരക്കി. പേര് നിവേദ്യ. നിവേദ്യ മാധവ്. നിവി കണ്ണുകൾ നിറച്ചു. ശ്വാസം എടുക്കാനാകാതെ അവനെ നോക്കി. പിന്നെ ദിവസവും അവളെ കാണാൻ മനസ്സ് വെമ്പി തുടങ്ങി. അവൾക്ക് വേണ്ടി എന്തൊക്കെയോ ദക്ഷിയുടെ കയ്യിൽ കൊടുത്തുവിട്ടു തുടങ്ങി. ദക്ഷി കൊണ്ടു കൊടുക്കുന്നതൊക്കെ വേടിക്കാൻ ആദ്യം അവൾ കൂട്ടാക്കിയില്ലെങ്കിലും പതിയെ പതിയെ അവൾ ദക്ഷിയുമായി കൂടുതൽ അടുത്തു. എല്ലാം സ്വീകരിക്കാൻ തുടങ്ങി. എനിക്ക് കിട്ടുന്നതെല്ലാം അവൾക്ക് കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചു. എന്ത് കിട്ടിയാലും ഞാൻ ദക്ഷിയുടെ കയ്യിൽ കൊടുത്തുവിടും. ദക്ഷിയും അവൾക്ക് കിട്ടുന്നതെല്ലാം നിവേദ്യയ്ക്കായി മാറ്റി തുടങ്ങി. ആ പ്രായത്തിൽ എനിക്ക് നിന്നോട് തോന്നുന്ന വികാരത്തിൻ്റെ പേരറിയുമായിരുന്നില്ല. ദൂരെ നിന്ന് ഞാൻ നിന്നെ കാണുന്നുണ്ടായിരുന്നു. ഇൻ്റർവെൽ സമയമാകുമ്പോൾ നിന്നെ ദൂരെ നിന്ന് കാണാൻ ഓടുമായിരുന്നു. ഒരിക്കൽ പനി പിടിച്ച് തീരെ എണീക്കാൻ കൂടി വയ്യാഞ്ഞിട്ടും ഞാൻ നിന്നെ കാണാൻ വേണ്ടി മാത്രം സ്കൂളിൽ വന്നു. എന്തിനൊരു ലീവ് പോലും എടുക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. അതാണ് സത്യം. പക്ഷെ അതിനിടയ്ക്കായിരുന്നു മാഹിയുടെ എൻട്രി. ഞാനും നീയുമായുള്ള തമ്മിൽ തല്ലും. ഞാൻ നിനക്കായി ഓരോന്ന് കരുതുമ്പോൾ ദക്ഷിയോട് പറഞ്ഞിരുന്നു ഞാനാണ് തരുന്നതെന്നും നീ അറിയരുതെന്നും. ഞാൻ 10 കഴിഞ്ഞു +1 ആയി. ഓരോ വെക്കേഷൻ വരുന്നത് ഇഷ്ടമല്ലാതായി. എല്ലാവരോടും വാശി പിടിച്ചു. വീണ്ടും +1 അവിടെത്തിയ പഠിക്കാൻ ചേർന്നു. +1 ആയപ്പോഴേക്കും നിവിയും ആകെ ആളും മാറിയിരുന്നു. കുട്ടികളെല്ലാം അവളോട് മിണ്ടി തുടങ്ങി. അവളും ഒരു വായാടിയായി മാറിയിരുന്നു. ദക്ഷി ആരെങ്കിലും എന്തേലും പറഞ്ഞ ദേഷ്യം വരും. തിരിച്ച് നിവിയെ വല്ലതും പറഞ്ഞ ദക്ഷിക്കും. ദക്ഷിയുടെ ചേട്ടൻ അവിടെയാണ് പഠിക്കുന്നത്. അവളത് ആരാണെന്നൊന്നും തിരക്കുന്നില്ല. കാരണം ദക്ഷിയുടെ കഥയിലെ ചേട്ടൻ ഗൗരവക്കാരനാണെന്നും ദേഷ്യക്കാരനാണും ആരോടധികം സംസാരിക്കാത്തവനും. അതുകൊണ്ട് തന്നെ നിവിയും അത് തിരക്കുന്നില്ല. ഒരിക്കൽ ആഹാരം കഴിച്ചിട്ട് ദക്ഷി നിവിയും കൈ കഴുകാൻ പോയതാണ്. അപ്പോഴേക്കും മഹി നിവിയുടെ അടുത്തേക്ക് വന്നു. മഹി +1 ജോയിൻ ചെയ്തതേ ഉള്ളൂ ആ സ്കൂളിൽ. എന്താ ചേട്ടാ? അത് പിന്നെ തൻ്റെ കൂട്ടുകാരി സൂപ്പറാ, എനിക്കിഷ്ടം. നിവിയും ദക്ഷിയും അവനെ മിഴിച്ചു നോക്കി. മഹി ഒന്ന് പുഞ്ചിരിച്ചു. ഇയാളെ ഫസ്റ്റ് ഡേ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. ലൈൻ വല്ലതുണ്ടോ എന്നൊക്കെ തിരക്കി നടന്നുകൊണ്ടാ പറയാൻ ലേറ്റായത്. നിവി ഒന്നും പറയാൻ ദക്ഷിയെ പിടിച്ചു വലിച്ചു പോയി. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, മഹി ഉറക്കെ വിളിച്ചു പറഞ്ഞു. പിറ്റേ ദിവസം ദക്ഷി നിവിക്കായി കുറച്ച് കുപ്പിയോളം കൊണ്ടുവന്നു. നിനക്ക് കുപ്പിയോളം എവിടെന്നാ? എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കുപ്പിയോളം മാത്രമല്ല, സ്ഥിരം കഴിക്കുന്ന എൻ്റെ ഫേവറേറ്റ് നാരങ്ങ മിഠായി ഉണ്ട്. നിവി നാരങ്ങ മിഠായി വിടർന്ന കണ്ണുകളോട് നോക്കി. എപ്പോൾ നോക്കിയാലും നാരങ്ങ മിഠായി തന്നെയല്ലേ, നിനക്ക് മടിക്കില്ലേ? എനിക്കൊരു മടിപ്പില്ല. അച്ഛൻ പറയാറുണ്ട് അമ്മയ്ക്ക് നാരങ്ങ മിഠായി കഴിക്കാൻ കൊതിയായിരുന്നെന്ന്. ഇന്നത്തെ മിഠായി ഞാൻ മേടിച്ചല്ല. പിന്നെ